ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഒരു മെയ് മാസത്തിൽ നമ്മൾ ചെടികളൊക്കെയും നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് മഴക്കാലമാണ്. ആ ഒരു മെയ് മാസത്തിൽ നേരത്തെ കൂട്ടി മഴ പെയ്തു തുടങ്ങി. അപ്പോൾ നമ്മൾ ചെടികളൊക്കെ ഭാഗത്തേക്ക് കയറ്റി. അവിടെയാണ് നമുക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലം. പക്ഷേ ഷീറ്റ് താഴ്ന്നിട്ടാണ് കിടന്നിരുന്നത്. അതുകൊണ്ട് വെളിച്ചം നമുക്ക് ആ ഭാഗത്തേക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇലയൊക്കെ കൊഴിഞ്ഞതാ ഈ ഒരു അവസ്ഥയിലേക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ടെറസിൻ്റെ വക്കോട് ചേർന്നിട്ടാണ് നമ്മൾ വെച്ചിരുന്നത്, സൺലൈറ്റ് അല്ലെങ്കിൽ വെളിച്ചം കിട്ടുന്ന ഭാഗത്തേക്ക്. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ പ്ലാന്റുകൾ നമ്മൾ സേഫാക്കി മഴ തട്ടാതെ വെച്ചാലും അവയ്ക്ക് ഇത്തിരി വെള്ളം കൊടുക്കുക, വളം കൊടുക്കുക, പിന്നെ അതുപോലെ തന്നെ ഒന്ന് പ്രൂൺ ചെയ്യുക. നമ്മളെങ്ങനെയാണോ ചെടി പൂക്കളുള്ള സമയത്ത് നമ്മൾ പരിചരിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ ഭാഗത്താണ്, വീടിൻ്റെ ഭാഗത്താണ് വെക്കണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് വെളിച്ചമുള്ളിടത്തെങ്കിലും വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതേ അവസ്ഥ വരും. കാരണം സ്റ്റെമ്മ് കണ്ടോ, നമുക്കിങ്ങനെ ഒടിച്ചു നോക്കി അറിയാം, ചിലതിനൊക്കെ ജീവനില്ല. ആ ഒരു അവസ്ഥയിലേക്ക് വന്നേക്കുന്നേ. നമ്മളിതിൻ്റെ മുകളിലേക്ക് വെച്ചപ്പോൾ തന്നെ ചെറുതായിട്ട് ഇലയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും പറഞ്ഞിരുന്നു വെളിച്ചമുള്ള സൈഡിലേക്ക് ചേച്ചിയെ വെക്കാൻ. അങ്ങനെ കുറേ എണ്ണം രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഒരു ആഴ്ചയിൽ 2 ദിവസമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. ഇനി നമുക്ക് മഴക്കാലം കഴിഞ്ഞിട്ട് വേണം ഇനി താഴോട്ടൊക്കെ ഇറക്കി അവയൊന്ന് നന്നായിട്ട് പരിചരിക്കാൻ. അവയൊന്ന് വെള്ളം കൊടുക്കുക, വളം കൊടുക്കുക, സാഫ് അടിക്കുക, ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്താനൊക്കെ ഉണ്ട്. നന്നായി നീണ്ടു പോയി ശാഖകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചെടികളുടെ അവസ്ഥ ഇതാണ്. അപ്പോൾ കെയർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല. പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പല പ്രാവശ്യം വീടിൻ്റെ ഭാഗത്തേക്ക് കയറി വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ചില ദിവസങ്ങളിൽ വളമോ വെള്ളമോ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇനി ഒന്ന് ചെയ്തു തുടങ്ങണം. നമ്മുടെ സീസണിലെ പൂക്കൾ കാണണ്ടേ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എവിടേക്കെങ്കിലും ചെടികളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവയൊന്ന് ശ്രദ്ധിക്കുക, വെള്ളം ഒഴിച്ച് കൊടുക്കുക.